വാഴ്ത്തുന്ന കർത്താവേ. Oh, we give all the glory to you, Daddy. Oh, we submit everything unto you, Daddy. Oh, Rebasiandara, forgive all our sins, Daddy. Wash us with your precious blood, Daddy. Oh, Rabasiandara, Rikala Basiandara, we halabashandara. We are lifting your name, Jesus. We are holy, you're holy, you're holy. Worthy is the Lamb. Oh, Ralabashiko Rasiandara. Daddy, we are surrendering unto you, Daddy. Halabashakaraba, Rika Basiandara, Diko Rabasandara. കർത്താവേ, ഇന്ന് കടന്നു വരുന്ന ഓരോ മക്കളെ തൃപ്പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തമ്പുരാന്റെ പാദത്തെ സമർപ്പിക്കുന്നു. Hallelujah, Heavenly Father, in the mighty name of Jesus Christ, I cover everyone under the blood of Jesus Christ. Let your holy presence fill each and every one, Daddy. Oh, Rabashandara, thank you, Jesus, for this wonderful night, Daddy. Oh, Rabashandara, thank you, Jesus, for the Shibu pastor today, Daddy. Thank you, Jesus, for blessing sister in this night, Daddy. Oh, Rabashiko Rasyandara, thank you, Jesus, for Maria Mama this night, Daddy. Oh, thank you, Jesus, for Ammu, hallelujah, Madhu, Joel, Matthew, for everyone who's going to join. We praise you. We hallelujah, we give all the glory to you, Daddy. Today night, let God touch everyone. Let God hallelujah talk to everyone and heal everyone. Halabashandara, let every one of us hear your voice this night, Daddy. ഞങ്ങളെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ ഡാഡി ഹാലബശന്തരെ സൂമിറ്റിങ്ങിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് we are breaking in the mighty name of Jesus Christ and taking victory in the name of Jesus and blood of Jesus. Hallelujah. ഞങ്ങളുടെ സകല പ്രാർത്ഥന ആചരിച്ചു കൊണ്ടിരിക്കായി സ്തോത്രം. സാലോഞ്ഞോ കൂടി ജീവനിച്ചു യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറിയാമ്മ അമ്മ നമുക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിനി കടന്നു വരുവാൻ ഉള്ളവരെയും ചേർത്ത് അമ്മ ഇപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആഫ്റ്റർ ദാറ്റ് വി വിൽ സിംഗ് എ സോങ് ആൻഡ് പ്രൈസ് അവർ ഗോഡ്. ഓക്കേ, അമ്മ പ്രാർത്ഥിച്ചോളൂ. കർത്താവേ, നന്ദി, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ നല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സൂം മീറ്റിംഗിൽ കൂടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാന് നീ ഞങ്ങളുടെ ഓരോരുത്തരും ഹൃദ്യമായി ഇടപെടുമാറാണമേ. കർത്താവിന്റെ വിലപ്പെട്ട മക്കളെ കരുത്തിലെടുക്കണമേ എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ശബ്ദമല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ദൈവശബ്ദം കേൾപ്പാനിടയാക്കണമേ. എല്ലാ മക്കളെയും കൂട്ടി വരുത്തണമേ, ആരെയും തടയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ഹല്ലേലൂയ സ്വർഗമാകുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ വിലയേറിയ ദാസനെ കരത്തിലെടുത്ത് ഉപയോഗിക്കുമാറാണമേ. ഓരോ മക്കളോടും നിനക്ക് ഹൃദ്യമായി സംസാരിക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്ന നിമിഷം മുതൽ തീരുന്ന സമയം വരെ സാന്നിധ്യത്തിന് ഞങ്ങളെ മറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവ ഇന്ന് രാത്രി വൻകാര്യം ചെയ്യാൻ പോവുകയാണ്. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നിന്റെ പ്രവാസികളെ മടക്കി വരുത്തുമാറാകണമേ. ഗ്ലോറി, ഹല്ലേലൂയ. അല്പനിമിഷം പാതപ്പെടുത്തി ഇരിക്കട്ടെ, അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിക്കട്ടെ. നല്ല വർഷിപ്പ് തരണമേ, നല്ല മെസ്സേജ് തരണമേ. ഹല്ലേലൂയ. നല്ല അനുഭവ സാക്ഷ്യങ്ങളെ തരണമേ. എല്ലാ നന്മകളെ കൂടെ നിറയ്ക്കും. മഹത്വം തമ്പുരാനെടുക്കും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു അമ്മ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. ബ്ലെസ്സസ് റിപ്പോർട്ടിനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് വർഷിപ്പ് ദ ലോർഡ്. മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു.
മകൾ സ്നേഹം പരലോക പിതാവോതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ദൈവമക്കളെ, വാട്ട് ഈസ് ദ അൺകണ്ടീഷണൽ ലവ്? എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഒരു അൺകണ്ടീഷണൽ സ്നേഹമാണ്. ഹാലേലൂയ. കർത്താവിന് ഒരു കണ്ടീഷനിലുമില്ല. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞേക്കണേ: Beloved, let us love one another, for love is of God. Hallelujah. കർത്താവിൻ്റെ സ്നേഹം, ഇറ്റ് ഈസ് പ്യുവർ, ഇറ്റ് ഈസ് പെർഫെക്റ്റ്, ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ്. ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും മാറുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു സ്നേഹം, ആ സ്നേഹത്തെയാണ് ബൈബിള് പറയുന്നത് അഗാപ്പെ ലവ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹി ലവ്ഡ് അതേഴ്സ്, ഹി സെർവ്ഡ് ദ പുവർ, പാവപ്പെട്ടവരെ സഹായിച്ചു. ഹി ഹീൽഡ് ദ സിക്ക്, രോഗികളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പന ഇതാണ്: യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. നമ്മളെ കർത്താവ് എപ്രകാരം സ്നേഹിച്ചു അപ്രകാരം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മളോട് പറയുന്നു. ദിസ് ലവ്, ഇറ്റ് ഈസ് അൺഫെയിലിംഗ്, അൺറെസ്ട്രിക്റ്റഡ്, സ്റ്റെഡ്ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ്. ഹാലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇന്ന് രാത്രി നമുക്ക് മറയാം. കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ഹാലേലൂയ. ഓ റിഖാശ്യാന്തര. ഹാലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഹാലേലൂയ ഇന്ന് നമ്മുടെ നടുവിൽ ശുശ്രൂഷിപ്പാനായി കർത്താവിൻ്റെ ദാസിയും കർത്താവിൻ്റെ ദാസനും നമ്മുടെ നടുവിലുണ്ട്. സോ ഐ ആം hallelujah welcoming bless you sister to this supernatural prophetic miracle meeting. I greet you in the name of wonderful Jesus Christ. അതുപോലെ കടന്നു വന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഐ ബ്ലെസ് എവ്രി വൺ. യു ആർ ഗോയിങ് ടു സീ വണ്ടേഴ്സ് ഇൻ ദിസ് നൈറ്റ്. ഹാലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കാൻ പോവാ. സോ ഓവർ ടു ബ്ലെസ് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ സന്ധ്യാസമയത്ത് വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ സിസ്റ്റർ ഇന്ദുവിനെ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുവാനിടയായത്. ഇങ്ങനെയൊരു കൂട്ടായ്മ തന്നെ നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് വളരെ ആത്മീയ ദാഹമുള്ള ഒരു ഗ്രൂപ്പ്, ഒത്തിരി സൂം മീറ്റിങ്ങുകൾ ഈ കാലഘട്ടത്തിലുള്ളപ്പോൾ വളരെ ആത്മദാഹത്തോടെ ഇരിക്കുന്ന ദൈവജനമാണ് ഈ ഗ്രൂപ്പിൽ എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. എനിക്കാരെയും വ്യക്തിപരമായിട്ട് അറിയത്തില്ല, ഇവനെ ഹിന്ദു സിസ്റ്ററെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. എങ്കിലും കർത്താവിന്റെ സ്നേഹത്തിലാണല്ലോ ഈ പാട്ട് ഇന്നിപ്പോ പാടിയത്. എൻ്റെ പിതാവ് കർത്തൃ ശുശ്രൂഷയിൽ അനേക വർഷങ്ങളായിരുന്നു, താൻ കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. താൻ എപ്പോഴും പാടുന്ന ഒരു ചീരടിയായിരുന്നു, പിരിയാബന്ധമാണെന്നുള്ള ആ അടി എപ്പോഴും താൻ ശുശ്രൂഷയ്ക്ക് എടുക്കുമ്പോൾ പാടാറുണ്ടായിരുന്നു. അതെന്നെ ഒത്തിരി മെമ്മറീസിലോട്ട് കൊണ്ടുപോയി. ദൈവത്തിന്റെ ഓരോ നല്ല നടത്തിപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ബ്ലെസ്സി, റേച്ചൽ ബ്ലെസ്സി എന്നാണ് എൻ്റെ പേര്. ഞാൻ കോട്ടയം സ്വദേശിനിയാണ്. ഞാൻ വേദപഠനം, എൻ്റെ ഡിഗ്രിക്ക് ശേഷം ഞാൻ വേദപഠനം ബാംഗ്ലൂരുള്ള SAPC നടത്തി. അതിനുശേഷം ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഡൽഹിയുടെ പ്രദേശത്തായിരുന്നു. അതിനുശേഷം ഞാൻ വിവാഹം കഴിച്ചു. ദൈവം ഞങ്ങൾക്ക് 2 പൈതങ്ങളെ ദാനം ചെയ്തു. മകൻ 11th, മോള് 7th പഠിക്കുന്നു. ഞങ്ങൾ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായി. എന്നാൽ ദൈവം ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഗൈഡൻസ് തന്നത് പ്രകാരം ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ തമിഴ്നാട് ബോർഡറായ ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ആയിട്ടിപ്പോൾ ഞങ്ങളൊരു 4 വർഷത്തോളമായി. ഞങ്ങൾ ഇവിടെ ഈ പട്ടണത്തിൽ ഞങ്ങൾ ഹിന്ദി ആൾക്കാരുടെ ഇടയിലാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഞങ്ങളുടെ ആരാധന ഹിന്ദിയിലാണ്. സോ ബീഹാരികളും UP-യിൽ നിന്നുള്ള ആൾക്കാരുകൾ കൂടി വരുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾക്കുള്ളത്. ദൈവം ശക്തമായൊരു ദൈവീയ പ്രവർത്തനം നമുക്ക് പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഇനിയും കടന്നു ചെല്ലുവാൻ പറ്റാത്ത ഒരു സന്ദർഭമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞിടയിൽ നിങ്ങൾ കേട്ട് കാണും, ബീഹാറിലൊരു ജമ്മു എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ഒരു മലയാളി ദേവദാസനുണ്ടായ അനുഭവം. അതേ ഡിസ്ട്രിക്റ്റിലുള്ളവരാണ് ഞങ്ങളുടെ ഈ സഭയിലെ എല്ലാ മെമ്പേഴ്സും, മോസ്റ്റ് ഓഫ് ദം. അപ്പൊ അവരെല്ലാം തന്നെ ഇവിടെ വന്നിട്ട് സ്നാനപ്പെടുകയും കർത്താവിനെ അറിയുകയും ചെയ്യുന്നൊരു ദൈവമക്കളാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം.
വലിയ ദൈവം ചെയ്യട്ടെ. അവർ കർത്താവിൻ്റെ നിലനിന്ന് അവരെ ഞങ്ങളുടെ ഒറ്റ ആഗ്രഹം അവരെ ട്രെയിൻ ചെയ്ത് അവരുടെ സ്വദേശത്തേക്ക് അവർ ചെന്ന് അവർ കർത്താവിന്റെ വേലയിലാകണമെന്നാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം മുമ്പോട്ട് നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിന്റെ സന്നിധിയിലാകുവാനായിട്ട്. എനിക്കറിയാം എല്ലാവരും തന്നെ സൂമില് വീഡിയോ ഇല്ല, രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെയും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന റൂമില് ആയിരിക്കുന്ന ഭവനത്തില് അതോ യാത്രയിലായാലും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ഇന്ന് രാത്രികാലം അനുഭവിക്കുമെന്ന്. കാരണം കർത്താവ് അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മൾ വെറുതെ എന്തോ കേൾക്കുവാൻ നമ്മളെ അനേക ജോലി തിരക്കുകളുടെ ഇടയിൽ കേൾക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ലല്ലോ നമ്മൾക്ക് വേണ്ടത്. ദൈവം എന്നോട് സംസാരിക്കും. നമ്മുടെ ഏത് മൊമെന്റിലും ദൈവാത്മാവ് നമ്മളെ നയിക്കുന്നവരായി തീരണം. ഏത് നമ്മള് കിച്ചണിലാണേലും നമ്മളൊരു ആരാധനയിൽ പോയിരിക്കുന്ന വ്യക്തികളാണേലും അല്ലെ നമ്മൾ ഏതൊരു സമയത്താണെങ്കിലും നമ്മൾ ദൈവസാന്നിധ്യം എപ്പോഴും അനുഭവിക്കണം. ആ ദൈവസാന്നിധ്യത്തിന് കീഴിലിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമുക്ക് സന്തോഷം. അപ്പൊ ആ ദൈവസാന്നിധ്യം നമുക്ക് രുചിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഓരോന്നും നമ്മൾ കേൾക്കുന്നുണ്ട് ഒരർത്ഥവുമില്ല. ഞാനിങ്ങനെ ഒരു കാര്യം ഓർക്കായിരുന്നു. എനിക്കറിയാം ഇതിനകത്ത് കൂടുതലും കേരളത്തിൽ വർഷങ്ങളായിട്ടുള്ളവരാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും നമ്മളെപ്പോലെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു റീജിയൻ എങ്ങും ഇല്ലെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. എന്ന് വെച്ചാൽ ഒരു ദിവസം എത്ര വചന ശുശ്രൂഷയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ ഇതിന് ശേഷം കർത്താവിന്റെ വചന ശുശ്രൂഷിക്കുവാനായിട്ട് ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ ഒരു മീറ്റിംഗിൽ തന്നെ 2 പ്രാവശ്യം വചനം കേൾക്കുക. അപ്പൊ ഒരു ദിവസം അത് എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കുന്നുണ്ടാകും. എന്നാലും മറ്റ് ലാംഗ്വേജിലൊന്നും ഇത്രയും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എത്രയോ വർഷങ്ങളായി ഹിന്ദിക്കാരുടെ ഇടയിലും മറ്റ് ഒറീസയിലും ഒക്കെ ആയിരുന്നു ഞങ്ങള്. അവിടെ ഒരു കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നതൊക്കെ വളരെ വിരളമാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് വന്നപ്പോഴാണ് നമ്മൾ പലതും വചനമൊക്കെ കേൾക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് സാരം, നമ്മൾ ഈ കേൾക്കുന്നത് നമ്മൾ വിശ്വാസം പരിണമിക്കണം. കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഇന്ന് രാത്രിയും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അത് കർത്താവേ എന്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മൾ കേട്ട് തഴപ്പിച്ചവരായി ഇന്നത്തെ മീറ്റിംഗ് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിലുപരി എന്നോടുള്ളത് കർത്താവ് നീ സംസാരിക്കും. ഞാൻ ഏത് ഭാഗത്താണ് ക്ലിയർ ആകേണ്ടത്, നീ ഏത് രീതിയിലാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. ഈ 4-ാം മാസത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു പുതിയ വർഷത്തിന് എത്ര പെട്ടെന്നാണ് 3 മാസം കഴിഞ്ഞു പോയത്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കറിയത്തില്ല നമ്മുടെ കർത്താവ് എപ്പോഴാണ് കടന്നു വരുന്നതെങ്കിൽ നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ദൈവാത്മാ നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങളെ നമ്മൾ വ്യക്തമായി അതനുസരിക്കണം. നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമുക്ക് പലപ്പോഴും ലോങ് ടേമിൽ എന്താണെന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ ആഗ്രഹം. പക്ഷെ ദൈവം നമ്മളോട് 1 day at a time ആണ് പറയുന്നത്. ഞാൻ സുശേഷ ഈ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി, പ്രത്യേകിച്ച് ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് ബീഹാറിൽ പോയി സുവിശേഷ വേല ചെയ്യാനായിരുന്നു. ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കുകയും അങ്ങനെ ഒത്തിരി ഓഫറുകൾ വന്നെങ്കിലും ദൈവം എന്നെ അന്ന് വിട്ടില്ല. ഞാൻ അതിനുശേഷം ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലായിരുന്നെങ്കിലും ബീഹാർ ഒഴിച്ച് എല്ലായിടത്തും പോയി. അപ്പം എന്നാൽ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ബീഹാറികളെ കാണുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇങ്ങനെയായിരിക്കും. എന്നാലും ഞാൻ ഇന്ത്യയിൽ ഒട്ടും പോകാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത, ഞാൻ വളരെ ഇതായിട്ട് പറയട്ടെ, ആഗ്രഹിക്കുകയോ ഞാൻ അതിനുവേണ്ടി ഒരിക്കലും എനിക്കൊരു പ്ലാനിങ് ഉണ്ടായി ഞാൻ പ്ലാൻ ചെയ്യാത്തൊരു സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്ന ഒരു ദേശം. കാരണം ഞാൻ അങ്ങനെയാണ്. കാരണം തമിഴ്നാടൊക്കെ ഒത്തിരി കർത്താവിന്റെ വചനം കേട്ടതാണ്. നമ്മൾ നോർത്ത് എന്ന് പറഞ്ഞിരുന്നിട്ട് തമിഴ്നാട്, കേരളം, അത് ഞാൻ ഒരിക്കലും സൗത്ത് ഇന്ത്യയിലോട്ട് ആഗ്രഹിച്ച വ്യക്തിയല്ല. പക്ഷെ ദൈവം ഞങ്ങളോട് പെട്ടെന്ന് ഇങ്ങനെ ഈ ദേശത്തോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. എന്നാലും ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു, ഈ സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ ആരാധനയെ സംബന്ധിക്കുന്ന 90% ആൾക്കാരും ബീഹാറിൽ നിന്നുള്ളവരാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾക്കറിയാം. നമ്മൾ വിചാരിക്കും ദൈവം നമ്മളോട് ഒരു വിഷയം തന്നാൽ, നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹത്തെ കൊണ്ടിട്ടാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഹൃദയത്തിൽ ഒരു വാഞ്ച കൊണ്ടിട്ടാൽ നമ്മൾ വിചാരിക്കും ഇന്ന കാര്യങ്ങളിലായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലല്ല, ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ 1 day at a time ദൈവം പറയുന്ന അതുപോലെ അങ്ങ് അനുസരിക്കുക. ആ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആ അഗോചരമായ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ആശയങ്ങൾ, ആഗ്രഹങ്ങൾ, വിഷനുകൾ തന്നിട്ട് അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുവാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുമ്പോൾ തന്നെ ഇന്ന് നിങ്ങളോട് എന്താണ് ദൈവം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുക. അപ്പോൾ ദൈവം ആ ഒരു തലത്തിലോട്ട് ദൈവം നിങ്ങളെ നയിച്ച് അവിടേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. എന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്ന അനേക സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, ആത്മീയ ബന്ധങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ ലോകത്തിൽ നമുക്ക് നോക്കുമ്പോൾ 2 തരത്തിലെ ബന്ധങ്ങളുണ്ട്. ഒന്ന് നമ്മളെ വളർത്തുന്നവരും, ഒന്ന് അവരെ തളർത്തുന്നവരും. നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളെ ചൂസ് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി ദൈവനെ ശുശ്രൂഷിക്കുവാൻ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടിട്ട് ഒരു ചിന്തയാണ്. നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മൾ ആരുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്, നമ്മൾ ആരോടാണ് ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വിഷനിലോട്ട് എത്തിക്കുന്നത്. നമുക്ക് എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിച്ചാൽ പലരുടെയും വിഷയങ്ങൾ കേട്ടും പലരുടെയും വിഷനുകൾ കേട്ടും നമ്മൾ ഡൈവേർട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ദൈവം നമുക്കൊരു കാര്യം നമ്മുടെ ഉള്ളിൽ തന്ന അതിനോട് യോജിച്ച് നിൽക്കുന്നവരിലേക്ക് നമ്മളെ നയിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും അതുപോലെ നമ്മളുടെ സ്റ്റെപ്പുകൾ വെക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, കർത്താവിന്റെ ജനന സമയം. ഞാൻ വളരെ പെട്ടെന്ന് ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് അങ്ങ് പങ്കുവെക്കാൻ. കർത്താവിന്റെ ജനന സമയത്ത് നമുക്കറിയാം 400 വർഷം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കായ ഒരു 400 വർഷത്തിന്റെ കാലയളവ് എന്ന് വെച്ചാൽ ഒരു 4 ജനറേഷനാണ്, 4 തലമുറകൾ പിന്നിടുകയാണ്. അവരൊരു ദൈവശബ്ദം കേൾക്കുന്നില്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ തലമുറകൾ കൈമാറി അമ്മമാര് പറഞ്ഞു കൊടുത്തതാണ് അടുത്ത തലമുറ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു മശിഹ വരും, നമുക്ക് വേണ്ടി ഒരു ദൈവപുത്രൻ ജനിക്കും എന്നൊക്കെ കേട്ട് വന്ന് ഒരു ഇളം തലമുറയായിരുന്നു മറിയ. ഒരു ഇളം തലമുറ, ഒരു ടീനേജ് കഴിഞ്ഞ ആ ഒരു യൗവന പ്രായത്തിലിരിക്കുന്ന ആ സഹോദരിയുടെ അടുത്താണ് ദൈവദൂതൻ ഇറങ്ങി വരുന്നത്. എന്നാൽ ആ ദൈവദൂതൻ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുവാണ്, നിനക്കൊരു മകൻ ജനിക്കാൻ പോവുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ മറിയ അമ്പരപ്പെട്ട് ചോദിക്കുന്ന ഒരു കാര്യം, അതെങ്ങനെ സംഭവിക്കും, ഞാനൊരു പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അടുത്ത വാക്ക് ഗബ്രിയേൽ ദൂതൻ പറയുന്നത് ഇങ്ങനെയാണ്. അവളെ ധൈര്യപ്പെടുത്താനായിട്ട് ഒരു കൺഫർമേഷന് വേണ്ടി പറയുകയാണ്. അവളുടെ തന്നെ ചാർച്ചക്കാർ, മറിയയുടെ തന്നെ റിലേറ്റീവ് ആണ്, വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് ദൈവശുശ്രൂഷയിലുള്ള ഒരു ദേവദാസിന്റെയും കുടുംബത്തിൽ ദൈവം ചെയ്തൊരു അത്ഭുതം അവൾ അറിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, ഞാൻ പറഞ്ഞു വരുന്നത് എലിസബത്തിനെ കുറിച്ച്. എലിസബത്ത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഒളിച്ചു പാർത്തുന്ന 5 മാസം ഒളിച്ചു പാർത്തുന്ന, അപ്പൊ റിലേറ്റീവ്സ് ഒക്കെ അറിഞ്ഞു വരുന്നതേ ഒക്കെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാര്യത്തിലാണ് മറിയോട് പറയണത്, നീ അറിഞ്ഞോ, നീ വിചാരിക്കുന്നത് എങ്ങനെ സംഭവിക്കുന്നത്, നീ കേട്ടോ, ഇത്രയും പ്രായമായ അമ്മച്ചിയായ നിന്റെ ബന്ധത്തിലുള്ള ചാർച്ചക്കാരിയായ എലിസബത്തിന് 6ാം മാസമായിരിക്കുന്നു. അതാണ് 36 വാക്യം, ലൂക്കോസ് 1:36. സമയത്തിന്റെ ചുരുക്കത്തെ ഞാൻ എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, എങ്കിലും ഞാൻ ഈ ഒരു വാക്യം വായിക്കട്ടെ. നിന്റെ ചർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6ാം മാസം. നോക്ക്, അവിടെ ഒരു ദൂതൻ കൊടുത്തൊരു വാക്കാണ്, അവളെ നിങ്ങളെല്ലാം മച്ചി എന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഞാനൊരു അത്ഭുതം ചെയ്തിരിക്കുക, നീ അറിഞ്ഞില്ലേ, ഇത് കേട്ടോ എന്ന് ഒരു ക്ലൂ അങ്ങോട്ട് കൊടുക്കുകയാണ്, ഒരു കൺഫർമേഷന് വേണ്ടി. എന്നിട്ട് പറഞ്ഞ അടുത്ത വാക്കാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് വെച്ചാൽ മറിയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയാണ്, മറിയെ നീ വിചാരിക്കുന്നത് നീ കല്യാണം കഴിച്ചിട്ടില്ല, എന്നാൽ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളിനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6ാം മാസത്തിൽ കൊണ്ടെത്തിച്ചെങ്കിൽ കല്യാണം കഴിക്കാത്ത നിന്റെ മേലും എനിക്കൊരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഇന്ന് രാത്രി നമ്മുടെ സാധ്യതകളെയല്ല ദൈവം നോക്കുന്നത്, ഏത് അസാധ്യമായ അവസ്ഥയിലാണെങ്കിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ അവിടെ സാധിക്കും. എന്നാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തുവാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു എന്നൊരു തെളിവായിട്ട് അവിടെ പറയുകയാണ് എലിസബത്തിന്റെ ജീവിതത്തിൽ നിന്ന്. എന്നിട്ട് പറയാം, അത് കേട്ടപ്പോഴാണ് മറിയ പറയുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ സംഭവിക്കണം. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിലും ചെയ്ത അത്ഭുതങ്ങൾ, പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അത് കേട്ട് തള്ളിവിടരുത്, അത് ഏറ്റെടുക്കണം. കർത്താവേ, അങ്ങനെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. ഞാനും വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിൽ അസാധ്യമായത് ഇനി സംഭവിക്കുക തന്നെ ചെയ്യും. അസാധ്യമായതൊന്നുമില്ല, കർത്താവിന് ഏത് കാര്യവും എന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ വാർത്ത കേട്ട മറിയ ദൈവസന്നിധി സമർപ്പിച്ചു. കാരണം അവള് കേട്ടു അവളുടെ ചാർച്ചക്കാരത്തി, അവളുടെ റിലേറ്റീവിന് ജീവിതത്തിൽ അത്ഭുതം ചെയ്തത്. അവിടെ നിന്ന് അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഓർക്കണം, മറിയ കല്യാണമൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു യങ് ആണ്, കല്യാണം കഴിച്ചിട്ടില്ല, അതിനു മുമ്പേ പ്രഗ്നന്റ് ആയെന്ന് കേൾക്കുമ്പോൾ ആ യഹൂദ നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്, വീട്ടിൽ ചെന്ന് പറഞ്ഞ പപ്പാ മമ്മി എന്ത് ചെയ്യും, എന്റെ സഹോദരന്മാർ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചല്ല ചിന്തിച്ചത്. അവക്ക് അവിടെ ഒരു ക്ലൂ കിട്ടുകയാണ്, അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന്. അടുത്ത വാക്യം നിങ്ങൾ ഇങ്ങനെ വായിക്കണം, 39 പറഞ്ഞു, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു. അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് at this time. ഇവളിത് ഈ വാർത്ത കേട്ടപ്പോൾ, ഈ ഗബ്രിയേൽ ദൂതനിൽ നിന്നുള്ള വാർത്ത കേട്ടപ്പോൾ, നിനക്കൊരു കുഞ്ഞുണ്ടാവും, അത് അസാധ്യം തന്നെ, എന്നാൽ ഞാനൊരു അത്ഭുതം നിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവക്ക് മനസ്സിലായി, ഞാൻ എങ്ങോട്ടാണ് ഈ വിഷയം കൊണ്ട് ചെല്ലേണ്ടതെന്ന്. ഹല്ലേലൂയ. ഞാൻ ആരോടാണ് ഇത് പങ്കുവെക്കേണ്ടതെന്ന്. ഒരുപക്ഷെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എനിക്കറിയത്തില്ല അപ്പനോടും അമ്മയോടും പറഞ്ഞില്ലെന്ന്, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു വചനഭാഗം ഇവിടെ തന്നെങ്കിൽ അതിന്റെ കാരണം മറിയയ്ക്ക് അറിയാമായിരുന്നു, ഞാൻ ഈ വിഷയം കൊണ്ട് പങ്കുവെക്കേണ്ടത് ഏതൊരു അസാധ്യത്തെ സാധ്യമാക്കി എന്ന് ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയുടെ അടുത്താണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും ചെന്ന് പറഞ്ഞ് അവർ അംഗീകരിച്ചെന്ന് വരത്തില്ല. അവിടെ സമൂഹത്തിൽ ചെന്ന് അവിടെ ബന്ധുക്കളുടെ ഇടയിൽ
ചെന്ന് പറഞ്ഞ അവർ അന്നേരം നീ വട്ടു പറയാ, നിനക്ക് എന്നാ പറ്റി, അല്ല നീ ഏതെങ്കിലും ബന്ധത്തിൽ ചെന്ന് ചാടിയോ? ഇവൻ യോസഫ് പോലും, യോസഫിനെ ദൈവം ദൂതൻ ചെന്നാണല്ലോ പറയുന്നത്. അപ്പം ഒരു വിധത്തിലും ആർക്കും ഈ ഒരു കാര്യം അംഗീകരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇത് ചെന്ന് പങ്കുവെച്ചാലും അവരത് ഏറ്റെടുക്കണമെന്നില്ല. അങ്ങനെയുള്ളിടത്ത് മറിയയ്ക്ക് മനസ്സിലായി, ദൂതൻ അവളോട് പറഞ്ഞിട്ടല്ല അവൾ എലിസബത്തിന്റെ അടുത്ത് പോയത്. ദൂതൻ പറഞ്ഞില്ല നീ അങ്ങോട്ട് പോയി പറ, അവിടെ പോയി കുറച്ചു ദിവസം താമസിക്കാൻ പറഞ്ഞില്ല. പക്ഷേ ഇവിടെ ഒരു ക്ലൂ കിട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഞാൻ ആരുമായിട്ട് കണക്ട് ആയിരിക്കണം. ഇന്ന് രാത്രിയിലും നിങ്ങളോട് പരിശുദ്ധാത്മാവിന് എന്നോട് പറയാനുള്ളത് ഇതേ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വിഷയത്തെ കൊണ്ടിട്ടാൽ അതാരുമായിട്ട് പങ്കുവെക്കണമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നമുക്കൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതിനൊരു ക്ലൂ ദൈവാത്മാവ് നമുക്ക് തരും. അല്ലാതെ ഓടി നടന്ന് അവരോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് നമ്മളെ പിന്നെ കളറാക്കി തീർക്കുന്ന അനേകരുണ്ട്. നമ്മൾ പറയും, കാരണം അവർക്ക് ആ വിഷയം അറിയത്തില്ല, അവർക്ക് അറിയത്തില്ല അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന്. അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല, അവരുടെ കുറ്റമല്ലത്. പക്ഷെ അത് നമ്മളായിരിക്കണം ശ്രദ്ധയോടെ അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ എലിസബത്തിന്റെ അടുത്ത് ചെല്ലുന്ന മറിയെ നമ്മൾ കാണുകയാണ്. എലിസബത്തിന്റെ അവിടെ ചെല്ലുമ്പോ ബന്ധപ്പെട്ട് ചെന്ന മലനാട്ടില് എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഓടിച്ചില്ല മലയുടെ പുറത്ത്. അപ്പത്തിന് എലിസബത്ത് അഞ്ചു മാസത്തെ ഒളിവൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ വന്നെന്നോട് വിചാരിച്ചു. അവിടെ വന്നിരിക്കുമ്പോ കാരണം എലിസബത്തിന്റെ മറിയയുടെ റിലേഷൻ ആയതുകൊണ്ട് അവരുടെ വീടും ഒക്കെ നല്ല പരിചയമാണ്. ഓടിച്ചെന്ന് ആ മലനാട്ടിൽ അവൾ എത്തിച്ചെല്ലുമ്പോ എലിസബത്തിനെ നോക്കി അവള് ഗ്രീറ്റ് ചെയ്യാണ്, വന്നിച്ചു എന്ന് വെച്ചാൽ ഗ്രീറ്റ് ചെയ്യാൻ. നമ്മൾ ആ അമ്മാമ്മയെന്നൊക്കെ വിളിച്ച് നമ്മൾ ചെല്ലുന്ന പോലെ ആന്റിയെ അമ്മച്ചി എന്ന് പറഞ്ഞ് മറിയ അവിടേക്ക് ചെല്ലുമ്പോ ഉണ്ടായ സംഭവം, ഈ ഗ്രീറ്റിംഗ്സ് കേട്ടപ്പോ തന്നെ എലിസബത്തിന്റെ ഉള്ളില് പിള്ള തുള്ളിയെന്നാ കേട്ടത്. ഒന്ന് നോക്കിക്ക്, ആ കണക്ഷൻ വരുന്ന കണ്ടോ? ഇതാ സംഭവിക്കുന്നത്. നമ്മൾ കണക്ട് ചെയ്യേണ്ടവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴല്ലോ അവിടെ ഒരു ആത്മാവിന്റെ പരിവർത്തനം അവിടെ നടന്നിരിക്കും. അത് എലിസബത്തിന്റെ അതുവരെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എങ്ങനെയൊക്കെയാണെന്നും വചനം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വ്യക്തമായിട്ട് ഇവിടെ പറയണ ഒരു ഗ്രീറ്റിംഗ്സ് അവിടെ വന്നന സ്വരം കേട്ടപ്പോൾ പിള്ള അവളുടെ ഉള്ളത്തിൽ തുള്ളി. ോ അപ്പോഴേ എലിസബത്തിന് മനസ്സിലായി ഒരു ഡിഫറൻസ്. അവളെ പിന്നെ അങ്ങോട്ട് വായിക്കുമ്പോൾ അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാ നോക്കുന്നത്. കാരണം നമ്മളുടെ ഒരു ഗ്രീറ്റിംഗ്സ്, നമ്മൾ ഒരാളെ ഫോൺ ചെയ്ത് ഒരു ഹലോ പറഞ്ഞാൽ, ഒരു പ്രൈസിലോട് പറഞ്ഞാൽ അത് മറ്റുള്ള ആളിൽ ഉളവാക്കുന്ന പ്രവൃത്തി എന്താണ്? കേൾക്കുമ്പോൾ അയ്യോ അതാണ്ട പിന്നെയും വിളിച്ചു, അല്ലെ പോട്ടെ അതാണ്ട വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാനാണോ? അതോ വിളിക്കുമ്പോഴേ അയ്യോ ഞാൻ എന്നാ കേൾക്കാൻ പോകുന്നുള്ളൊരു മനോഭാവമാണോ? അതോ നമ്മൾ വിളിച്ചൊരു പ്രൈസിലോട് പറയുമ്പോൾ അവിടെ ജീവൻ വ്യാപരിക്കുമോ? അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. ഇവിടെ എലിസബത്ത് കേട്ട മാത്രയിൽ, ശബ്ദം കേട്ടപ്പോൾ തന്നെ അവിടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ പറഞ്ഞത്. എത്ര സൗണ്ട് എടുക്കുന്ന അറിയത്തില്ല. എലിസബത്ത് അത്ര ഒരു സൗണ്ട് എടുക്കുന്ന വ്യക്തിയായിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവളിൽ ആത്മാവ് വന്നപ്പോൾ അവൾ ആളും അറിവുകളായി തീർന്നു. ആത്മാവ് വന്നപ്പോൾ അവൾ ദൈവ പ്രവൃത്തിയുടെ വേറൊരു തലം വെളിപ്പെടുവാനിടയായി. പിന്നെ അങ്ങോട്ട് കാണുക, പിന്നെ എലിസബത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേട്ടോ, ഇതിപ്പോ ഈ ഒരു വിഷയം മറിയ പോയി അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞിരുന്ന എന്താ വരുന്നേനെ സംഭവിക്കുക? അവിടെ അതേ ചർച്ച, കൂട്ടുകാരികൾ പ്രായമുള്ള അതേ പ്രായത്തിലുള്ളവരോട് ചെന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, എനിക്കൊരു ദൂതൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തോ തകരാറ് സംഭവിച്ചു. കാരണം അങ്ങനെ ഒരു 400 വർഷമായിട്ട് ഇങ്ങനത്തെ വെളിപ്പാടും ദൂതനും ഒന്നും ഇല്ല. അപ്പൊ ഇവക്ക് ഇവിടുന്ന് ഈ പെട്ടെന്ന് വരുന്ന നീ ആരാടി എന്നൊക്കെ ചോദിച്ചിറങ്ങിയിട്ടിരിക്കുക. പക്ഷേ ചെല്ലേണ്ട അടുത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന നോക്കുക, മറിയയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, മറിയയ്ക്ക് ഭയമുണ്ടായിരിക്കാം, വെപ്രാളമുണ്ടായിരിക്കാം, ആങ്സൈറ്റി ഉണ്ടായിരിക്കാം, ഇതെല്ലാം കാണുമായിരിക്കും. പക്ഷേ ആ ഗ്രീറ്റ് ചെയ്ത് അടുത്ത വാർത്ത പറയുന്നതിന് മുന്നമേ അവളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. എത്ര ബലപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്ന് രാത്രി നിങ്ങളെ ആരെങ്കിലും അങ്ങനെ ഇന്ന സഹോദരി ഒന്ന് വിളിച്ചാൽ, ഇന്ന കർത്തദാസിനെ ഒന്ന് വിളിച്ചാൽ എനിക്കത് ആശ്വാസമാകുമെന്ന് ആരെങ്കിലും നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ കാണുമോ? നമ്മുടെ ഇത്രയും നാളത്തെ ഒരു ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ആർക്കെങ്കിലും നമ്മളെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടോ? വേറെ ആരോട് പറഞ്ഞില്ലേലും ഇന്ന വ്യക്തിയോട് എനിക്ക് പറഞ്ഞാൽ എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും, അല്ലെ എനിക്കൊരു ആശ്വാസവചനം കിട്ടുമെന്ന് ആർക്കെങ്കിലും അങ്ങനെ നമ്മളെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ക്രമീകരിക്കണം. എലിസബത്തിന്റെ അടുത്ത് ചെല്ലുവാൻ മറിയയ്ക്ക് ഉണ്ടായപ്പം എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയുന്ന അടുത്ത വാക്ക്, എന്തുവാടി കേൾക്കുന്ന എന്നതാന്ന് പറഞ്ഞ് ശാപവാക്കൊന്നും അവിടെ വരുന്നില്ല, അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് വരുന്നത്. കേട്ടെ, അതിന്റെ 42-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നോക്ക്, ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി എപ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ വായിൽ നിന്ന് ശാപവാക്കുകൾ വരത്തില്ല. അവര് നശിക്കണം, അവരെ ദൈവം നമ്മൾ കുറച്ചുകൂടെ ഒരു ആത്മീയവൽക്കരിക്കും നമ്മുടെ വാക്കുകളെ. സന്ദർശനം അയക്കും, ദൈവം സന്ദർശിക്കും. ആ സന്ദർശനത്തിന്റെ പൊരുൾ എന്നാന്ന് നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനാണ് വിളിച്ചത്. അപ്പൊ നമ്മളിൽ ഒരു ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളെ
ഏതൊരവസ്ഥയിൽ വന്നാലും അവരെ നമ്മളൊന്ന് ബ്ലസ് ചെയ്ത്. ഞാനിങ്ങനെ കേട്ടു, ഒരു മഴ പെയ്യുമ്പോൾ അത് ഒരാളുടെ ദേഹത്ത് മാത്രമല്ല വീഴുന്നത്, അത് പെയ്യുമ്പോൾ അതിന്റെ ചുറ്റുവട്ടമുള്ള എല്ലായിടവും നനയും. ഒരാളെ നമ്മൾ ബ്ലസ് ചെയ്യുമ്പോൾ ആ ബ്ലെസ്സിങ് നമ്മുടെ മേലൂടെ വീഴും. മനസ്സിലായി? അങ്ങനെയെങ്കിൽ നമ്മളെ കാണുന്നവരോട്, നമ്മളോട് സംസാരിക്കുന്നവരോട് നമ്മൾ അവരെ ബ്ലസ് ചെയ്യണം. അവരുടെ ഉള്ളിൽ ഒരു 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 വിത്തിട്ടിട്ട് അങ്ങനെ ഒരു കാര്യം കേട്ടു, ഇങ്ങനെ ഒരു കാര്യം കേട്ടു എന്നൊരു സംസാരമല്ല ഇടേണ്ടത്. അവിടെ ഒരു അനുഗ്രഹത്തിന്റെ വാക്കുകൾ. ഇവിടെ എലിസബത്ത് പറയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. അടുത്തത് മറിയ പറഞ്ഞോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന. പറയാണ്, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടു. നോക്കൂ, ഒരു വലിയ വിഷയം. ഇതെങ്ങനെ ഞാൻ മറ്റുള്ളവരുമായിട്ട് ചെയ്യുമെന്നുള്ള ഭാരവുമായിട്ട് മറിയ വരുമ്പോൾ, അവള് ചെല്ലുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് അവിടെ എലിസബത്തിൽ കൂടെ പറയാണ്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിനക്ക് തന്നിരിക്കുന്ന വിഷൻ, നീ വഹിക്കുന്നത് നിന്റെ ദൈവത്താലാണ്. നിന്നിൽ തന്നിരിക്കുന്ന കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ദൈവഹിതത്താലാന്ന് വേറൊരാൾ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളോട് പറയുമ്പോൾ അത് എത്രത്തോളം നമ്മളെ ബൂസ്റ്റ് ചെയ്യും, അത് എത്രത്തോളം നമ്മളെ എൻകറേജ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തുകൊണ്ട് അത് സംഭവിച്ചത്? മറിയ ചെല്ലേണ്ടടുത്ത് ചെന്നു, മറിയ കണക്ട് ആകേണ്ടടുത്ത് കണക്ട് ആയിപ്പെട്ടു. അതിന്റെ പെട്ടെന്ന് പോകട്ടെ. ഒന്ന്, പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നവർ അവർ അനുഗ്രഹിക്കും, മറ്റുള്ളവരെ അനുഗ്രഹിക്കും. രണ്ടാമത്, എലിസബത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. അടുത്ത എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നോക്കിക്കേ, എലിസബത്ത് ആരാന്നറിയാവോ? ഒരു പുരോഹിതൻ. അന്ന് മറ്റാർക്കും കിട്ടാത്ത രീതിയിലും സെലക്ഷൻ കിട്ടി എന്താ സമാഗമന കൂടാരത്തിന് പോയി ശുശ്രൂഷ ചെയ്യാൻ നിയമിക്കപ്പെട്ട സെഖരിയാവിന്റെ വൈഫാണ്. അനേക നാളുകൾ കർത്തൃ ശുശ്രൂഷയിൽ നിന്നാണ് ഈ കുടുംബം. നീതിമാൻ വിശ്വസ്തരുമായിട്ട് അവർക്ക് നല്ല ഫേമസ് ആൾക്കാരാണ്, നല്ല മാന്യതയുള്ളൊരു കുടുംബം. ആ കുടുംബത്തിൽ ഇത്രയും പ്രായമുള്ള അമ്മച്ചി മറിയോട് പറയാണ്, മോളെ നീ എൻ്റെ അടുത്ത് വരാൻ ഞാൻ എന്നാ നന്മ ചെയ്തു? നോക്കിക്കേ, അത് പറയാൻ ഈസിയാണോ? അനേക വർഷങ്ങൾ ശുശ്രൂഷയിലുള്ളവർ പെട്ടെന്ന് കയറി വരുന്നവരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ അവർ അംഗീകരിക്കുന്നത്? പറയാണ്, എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരാൻ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എലിസബത്തിന് അറിയാം, ഇത് ഞാൻ ഇത്രയും നാളും കണ്ട കൊച്ചല്ല ഈ വന്നിരിക്കുന്നത്. അവളിൽ ഒരു ദൈവപുത്രനാണ് ജനമെടുക്കാൻ പോകുന്നത്. അത് ദൈവപുത്രന്റെ മാതാവായിട്ട് അവൾ കാണുകയാണ്. അത്രയും നാളും അമ്മാച്ചന്റെ ചേട്ടന്റെ മകളെ കൊച്ചുമകളായിട്ടൊക്കെ ആയിരിക്കും കണ്ടത്. അങ്ങനെ ഒരു കൊച്ചായിട്ട് മറിയെ കണ്ടെങ്കിൽ ഇപ്പോൾ എലിസബത്തിന് മനസ്സിലായി, ഇല്ല, അവൾ എന്റെ കർത്താവിന്റെ മാതാവ്. ആ ഹ്യൂമിലിറ്റി നോക്കി, ആ താഴ്മ നോക്കിക്കേ. പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിൽ ഉണ്ടാകേണ്ട അടുത്ത ഗുണമാണ് ഹ്യൂമിലിറ്റി. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഈ കാലഘട്ടങ്ങളിൽ വേണ്ട ഒരു കാര്യമാണ്. ശുശ്രൂഷയിലൊക്കെ വളരെ പ്രയോജനപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും. എന്നാൽ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോ അയ്യോ അവളങ്ങ് വലിയ ആളായി കേട്ടോ, അവളങ്ങ് ഇതൊക്കെ എനിക്കങ്ങ് ചെയ്യുക, എന്തൊക്കെയോ അന്ന് ഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ കയറി വരുന്നവരെ അങ്ങ് താളർത്തി കളയുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ എങ്ങനെയോ വന്നു ചേർന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്നാണെന്നറിയോ? അങ്ങനെ പറയുന്ന ഒരു പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരിന്ന് നമ്മൾ അങ്ങ് വിട്ടു നിൽക്കണം. പരിശുദ്ധാത്മാവുള്ളവര് നമ്മളെ ധൈര്യപ്പെടുത്തും, നമ്മളെ ചേർത്തെടുത്തിട്ട് പറയും, മോളെ നീ ചെയ്യുന്ന ശുശ്രൂഷ ഉണ്ടല്ലോ, കർത്തദാസാന്നെ താങ്കൾ ചെയ്യുന്ന ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാ. അത് നമുക്ക് ആ ഒരു വാക്ക് മതി, ആ തണുപ്പിക്കുന്ന ഒരു വാക്ക് മതി. അതിന് നമ്മള് താഴ്മ. ആ എലിസബത്തിനുണ്ടായിരുന്ന താഴ്മ. ഒന്ന്, അനുഗ്രഹിച്ചു. രണ്ടാമത് താഴ്മ. മൂന്നാമത് പറയാണ്, മൂന്നാമത് വരുമ്പത്തേന് ഈ എലിസബത്ത് ബ്ലസ് ചെയ്തു. രണ്ടാമത് അവൾ ആ താഴ്മയോട് പറയാം. മൂന്നാമത്തെ കാര്യം പറയാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്ന് പറഞ്ഞാൽ, എടി കൊച്ചെ, നിന്നോട് ദൈവം ഇത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ നീ അത് വിശ്വസിച്ചല്ലോ, നീ എന്നാ മിടിക്ക് കൊച്ച, നീ അത് ഏറ്റെടുത്തല്ലോ മോളെ. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എന്തൊരു എൻകറേജ്മെന്റ് എലിസബത്ത് അവിടെ കൊടുത്തത്, എന്ത് ധൈര്യത്തിന്റെ വാക്കുകളാ. നീ അത് വിശ്വസിച്ച്, നീ എന്നെ ബ്ലെസ്സഡ് കുഞ്ഞാ കൊച്ചെ, നീ ആ ദൂതം പറഞ്ഞത് അതങ്ങ് ഏറ്റെടുത്തല്ലോ, നീ ആരും മിടിക്ക് കുഞ്ഞാണല്ലോ. ആ ഒരു വാർത്ത കേൾക്കുമ്പോ മറിയക്കറിയാം മറിയയുടെ വെപ്രാളം, മറിയക്കറിയാം മറിയയുടെ വിഷമം. പക്ഷേ കേൾക്കേണ്ടിടത്തുനിന്ന് വാർത്തകൾ സ്വീകരിച്ചപ്പോൾ അവളുടെ തലം തന്നെ മാറി. അടുത്ത വചനം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അപ്പോൾ മറിയയും ആത്മാവിൽ നിറഞ്ഞ് വാക്കുകൾ പറയാൻ തുടങ്ങി. ഇതാണ് ഒരു കണക്ഷനിൽ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ കയറും. ഇവിടെ ഒരു മാതാവായി അവളൊരു ചെറിയൊരു പെൺകുട്ടിയാണ്. എന്ത് സംഭവിക്കുക, എങ്ങനെ സംഭവിക്കുക, ആവലാതി വേവലാതി ഭയം ഒക്കെ പറയാവുന്നിടത്ത് അവളെ തന്നെ അവൾ ധൈര്യപ്പെടുത്തി. പിന്നീട് അവളും കടന്ന് വചനത്തിൽ നിന്ന് അവൾ വിളിച്ചു പറയുകയാണ്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. അവിടെ ഒരു ആരാധനയുടെ തലം
വെളിപ്പെടുകയാണ്. എന്റെ ആത്മാവ് എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അതെ, എന്റെ ശരീരം കൊണ്ട് ഞാൻ നോക്കുമ്പോൾ പലതും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നും, പക്ഷെ എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ഉല്ലസിക്കുകയാണ്. നോക്കി, ഇതാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഇന്ന് രാത്രി എനിക്ക് അധികം നിങ്ങളോട് പറയാനില്ല. നിങ്ങളുടെ ബന്ധങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നവരെ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷക്ക് അവരൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങളെ എപ്പോഴും അവർ ബലപ്പെടുത്തും, നിങ്ങളെ തണുപ്പിക്കുന്നവരായിരിക്കും. പ്രബോധന പുത്രനാണ് ബർന്നബാസിനെ വിളിച്ചത്. ഒരു പൗലോസിന് വേണ്ടി ഒരു ബർന്നബാസ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും ശുശ്രൂഷയെ വളർത്തുവാൻ ബർന്നബാസ് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാന്ന് ഓർക്കണം. പൗലോസ് അന്നേരം വന്നത് ക്രിസ്തുവിലായ വ്യക്തിയാണ്. പലപ്പോഴും നമ്മൾ ചേർന്നിരിക്കേണ്ടവരുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ വിഷന്റെ കംപ്ലീഷനിലോട്ട് വരുന്നത്. ഒരിക്കലും നമ്മൾ മാറി നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്തി അതും കേട്ട് ഇതും കേട്ട് അവര് ചെയ്തു ഇവര് ചെയ്തു എന്നൊക്കെ കേട്ട് നമ്മുടെ ആ ഉള്ളിൽ ആകെ കൂടെ കുറെ കൺഫ്യൂഷനും ഇട്ട് നമ്മുടെ ഉള്ളിൽ ആ സീല് നഷ്ടപ്പെട്ട്, അയ്യോ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്ത്, ഇതൊന്നും ചെയ്യണ്ടായിരുന്നു, സ്വസ്ഥമായിട്ട് ഇവിടെ എങ്ങാനും കുത്തിപ്പിടിച്ചിരുന്നാൽ മതി, അങ്ങനെയൊക്കെ ഒരു ചിന്തയിലോട്ട് അങ്ങ് പോകാൻ ഇടയാകാതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവൻ നിങ്ങളെ ബുദ്ധി ഉപദേശിപ്പാനുണ്ട്. കണക്ട് ആകേണ്ടവരുമായിട്ട് കണക്ട് ആയാൽ നിങ്ങളെ അടുത്ത തലത്തിലേക്ക് ദൈവത്തിന് കയറ്റുവാനൊരു പദ്ധതിയുണ്ട്. ഒരു ആത്മീയ ദാഹമുള്ളവരായി ആത്മാവിന്റെ ശുശ്രൂഷയിൽ എറിയുന്നവരായി ഒരു ആരാധനയിലേക്ക് ചേരുന്ന ഒരു ജനത്തെ ഹല്ലേലൂയ ചേർത്ത് നിൽക്കുവാൻ, അങ്ങനെയുള്ളവരെ ചേർന്ന് നിൽക്കുമ്പോണ്ടല്ലോ അവിടെ ആരാധനയുടെ അടുത്ത തലം വെളിപ്പെടുകയാണ്. അവിടെ ആത്മീയ ഫലങ്ങൾ വരങ്ങളുടെ പുതിയ തലങ്ങൾ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയാമോ, ദൈവമേ എന്നെ ഒരു എലിസബത്തിനെ പോലെ ആക്കണമേ, അനേകരെ തണുപ്പിക്കുന്നവളാക്കി തീർക്കണമേ, അവരുടെ ഭാരങ്ങൾ അവർ എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യത്തക്കവണ്ണം എന്നെ ട്രസ്റ്റ് ചെയ്യുവാൻ എന്നെ പ്രാപ്തിയാക്കണമേ. കർത്താവേ, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, കരുതുവാൻ, അവരെ ചേർത്ത് നിൽക്കുവാൻ ഉള്ള ഒരു താഴ്മ എനിക്ക് തരണമേ. മറ്റൊരു ബ്ലെസ് ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണമേ. മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാനുള്ള കൃപ തരണമെന്ന് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു മറിയെ പോലെ കണക്ട് ആകുവാൻ, ദൈവമേ അവിടെ ഇവിടെ ഞാൻ ഓടിച്ചെന്ന് എന്റെ ആവലാതി വേവലാതി അവിടെ ഇവിടെ ചെന്ന് പറയേണ്ടടുത്തെല്ലാം പറഞ്ഞ് ഞാൻ കൺഫ്യൂസ്ഡ് ആകുന്ന വ്യക്തിയാകട്ടല്ല കർത്താവേ. ഈ വർഷം എന്റെ ജീവിതത്തിൽ കണക്ട് ആകേണ്ട ഒരു ഡിവൈൻ കണക്ഷൻസ് എന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻ കൊണ്ടിടുവാനല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എപ്പോഴും നിങ്ങൾക്ക് കൺഫർമേഷൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് തരുന്ന ദർശനത്തിലേക്ക് ഒന്നുകൂടെ മുതൽക്കൂട്ടാകുന്നതായിരിക്കും. അതിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവൃത്തിയാണല്ലോ അതിന്റെ ഒരു നിമിഷം നിർത്തിയിട്ട് ഈ ദൈവവചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അടുത്ത ദൈവവചനം നമ്മൾ കേൾക്കുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ഒരു പ്രബോധനം ദൈവം നമ്മൾക്ക് തന്നിരിക്കുമ്പോൾ, കർത്താവേ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ഫോൺ കോളുകളെ നീ തന്നെ കർത്താവേ എനിക്ക് സ്ക്രീൻ ചെയ്യുവാനുള്ള കൃപ തരണമേ. കർത്താവേ, ഞാൻ അനാവശ്യമായി ആരോട് സംസാരിച്ച് എന്റെ സമയം വ്യർത്ഥമാക്കുവാൻ അനുവദിക്കരുതേ. പറയേണ്ടത് പറയേണ്ടാത്ത കേൾക്കുവാൻ എന്നെ അനുവദിക്കരുതേ. കർത്താവ്, കേൾക്കേണ്ടത് മാത്രം കേൾക്കുവാൻ, പറയേണ്ടത് മാത്രം പറയുവാൻ കർത്താവെ നീ എന്നെ ശക്തീകരിക്കണമെന്ന് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടും. അങ്ങനെയെങ്കിൽ ഈ വർഷത്തിൽ തന്നെ ദൈവത്തിന്റെ അതിശയകരമായ പ്രവൃത്തി നിങ്ങൾ പോലും വിചാരിക്കുന്നതിൽ ഉപരിയായിട്ടുള്ള ദൈവ പ്രവൃത്തി ഹാലയിൽ ഒരു മറിയ ഒരിക്കലും വിചാരിച്ചില്ല. 400 വർഷക്കാലം ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കർത്താവിന്റെ മാതാവായിട്ട് എന്നെ പോലൊരു പിഞ്ചു സഹോദരിയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരിക്കലും മറിയ വിചാരിച്ചില്ല. കാരണം അവൾ ഒത്തിരി യങ് ആയിരുന്നു, ഒത്തിരി ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വന്നപ്പോൾ അവിടെ ചിന്തയ്ക്കതീതമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി കാലം ചില അസാധ്യമെന്ന് നിങ്ങൾ നനയ്ക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. റിഖമ ശാന്തരാദിയാല ഹന്തരെ റീമൽ ഖനാനെ ശാന്തനാദി എൽഖനാനെ ഗസ്യാരഗ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, we thank you Lord. We thank you Lord. We thank you Master. ഹല്ലേലൂയ. രാത്രി കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ തന്ന ആലോചനയ്ക്ക് മുമ്പ് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ദിവസത്തിൽ ഞങ്ങളുടെ ബ്രീത്തിംഗ് കേൾക്കുന്ന ഞങ്ങളുടെ വന്ദന സ്വരം കേൾക്കുമ്പോൾ ചില ജീവിതങ്ങളിൽ മാറ്റങ്ങൾ അവർ ആത്മീയ തലത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഞങ്ങൾ മീറ്റ് ചെയ്യേണ്ടവരെ മീറ്റ് ചെയ്യുവാൻ, കണക്ട് ആകുന്നവരെ കണക്ട് ആകുവാൻ സ്വർഗ്ഗം ഈ ദിവസത്തിൽ സഹായിക്കണമേ കർത്താവേ. ദൈവഹിതമില്ലാത്ത ഒരു കണക്ഷൻ ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ഞങ്ങൾ ആരുമായിട്ട് ഇടപെടണം, ആരുമായിട്ട് ചിന്തിക്കണം, ആരോട് സംസാരിക്കണം, ആരുമായിട്ട് പങ്കുവെക്കണമെന്ന് ഉള്ള ഗൈഡൻസ് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തന്നാണ് കർത്താവേ. കർത്താവേ, മറ്റുള്ളവരെ ബ്ലസ് ചെയ്യുന്നവരായി
തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. മറ്റുള്ളവർക്ക് ഒരു എൻകറേജ്മെന്റ് ആയി തീരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ താഴ്മയുള്ളവരായി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ ചെയ്താട്ടെ കർത്താവെ. ഞങ്ങളിലുള്ള സ്വപ്നം, ഞങ്ങളിൽ നീ തന്നിരിക്കുന്ന സ്വപ്നം പങ്കുവെക്കുമ്പോൾ അത് മറ്റുള്ളവരിലും ഒരു വെളിച്ചമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം കൃപ ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഈ വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ഡിവൈൻ കണക്ഷൻസ് ജീവിതത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. Hallelujah. We bless your holy name, O Lord. We give you all glory and honor. We thank you, Master. In Jesus' name. Thank you Amen. so much, blessed sister. It was a wonderful and blessed message from Holy Spirit. May God bless you. May God use you mightily in the coming days in many meetings. Hallelujah. കർത്താവിൻ്റെ വലിയ കോളിംഗ് സിസ്റ്ററിൻ്റെ മേലുണ്ട്. ദാറ്റ് ഐ ക്യാൻ എന്താ പറയുക, ആത്മാവിൽ അറിയാൻ പറ്റുന്നുണ്ട്. യു വിൽ ബി യൂസ് മൈറ്റ്ലി ബൈ ഗോഡ്സ് hands. So okay, thank you so much. ഞങ്ങളോട് സ്റ്റേ ചെയ്യുക because Shibu pastor is there. He is going to minister us. So welcome Shibu pastor. Welcome to this Zoom meeting. Greetings to you in the mighty name of Jesus Christ. Praise the Lord. Pastor Shishir Shate.